ഇത് കാണുമ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതേതോ പട്ടാളക്കാർ യുദ്ധമൊക്കെ കഴിഞ്ഞാൽ ഇനി ഒരു ചായ കുടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ചായക്കടയിലേക്ക് നടന്നു പോകുന്നതാണെന്ന്. അല്ല, ഇതല്ല. ഇത് അമേരിക്കൻ US ആർമിയുടെ അഭിമാനം കാക്കാൻ വേണ്ടി ഡൊണാൾഡ് ട്രംപ് കൊണ്ടുവന്ന ഒരു മിലിറ്ററി പരേഡാണ്. അതായത് US ആർമിയുടെ 250ാമത്തെ ആനിവേഴ്സറിയും ഡൊണാൾഡ് ട്രംപിൻ്റെ 79ാമത്തെ ബർത്ത്ഡേയും ഒരു ദിവസം ജൂൺ 14 വന്നതുകൊണ്ട് അന്ന് ഡൊണാൾഡ് ട്രംപ് കൊണ്ടുവന്ന ഒരു പരേഡാണ്. ഈ ഇൻ്റർനെറ്റിൽ ഇതിന് പെട്ട് ഊക്കാണ്. അത് വെറുതെ ഇരിക്കുന്ന അമേരിക്കൻ മിലിറ്ററിനെ വിളിച്ച് അവർക്ക് കുറച്ച് ഊക്ക് വായിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവണമെങ്കിൽ അമേരിക്കയുടെ മെയിൻ ശത്രുവായിട്ട് കാണുന്ന നമ്മുടെ ചൈനക്കാരുടെ മിലിറ്ററി പരേഡൊന്ന് നമുക്ക് കണ്ടിട്ട് വരാം. ഡൊണാൾഡ് ട്രംപ് കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ഇങ്ങനെയാണ് പരേഡ് നടത്തുക. ഈ ഒരു പ്രസിഷൻ വേണം. അതായത് ഈ ഒരു രാജ്യത്തിന് കരുത്തുണ്ട്, ഇത്രയും മിലിറ്ററി കരുത്തുണ്ട് എന്ന് കാണിക്കാനല്ലേ ഇതൊക്കെ ചെയ്യുന്നത്, അല്ലാതെ വെറുതെ കോമഡിക്കല്ലല്ലോ. ഇതാണ് പരേഡ്. ഇനിയിപ്പോൾ അതും വേണ്ട, നമ്മുടെ ഇന്ത്യക്കാരുടെ പരേഡാണെങ്കിൽ അമ്മാതിരി ക്വാളിറ്റിയിലാണ് നമ്മളൊക്കെ പരേഡ് ചെയ്യുന്നത്, അല്ലാതെ ഇതുപോലെ ഈ കോമഡി പീസ് ആവാനല്ല. ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ, വൻ കോമഡിയാണ്. ഇത് കണ്ട, ഒരു ഡ്രോണ് പറത്തേണ്ട ആളാണ് പുള്ളി. ഈ ചാക്കൊക്കെ തലയിൽ വെച്ച് കൊണ്ടുപോകണ പോലെ ഡ്രോണിനെ കൊണ്ടുപോകണുണ്ട്. ഇതൊന്നും പറത്താൻ പോലുള്ള സമയവും ഇതൊന്നും ഇവർക്ക് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. 45 മില്യണൊക്കെ മുടക്കിയിട്ടുണ്ട്, പക്ഷേ ഇതൊന്നും കിട്ടിയിട്ടില്ല. ഈ വലിയ സ്റ്റേജൊക്കെ ഉണ്ടാക്കിയിട്ട് ആൾക്കാർക്കൊന്ന് കാണാൻ ഒരാളുമില്ല, അതൊക്കെ കാലിയാണ്. ഈ ട്രംപിനെതിരെ ഒരു പ്രൊട്ടസ്റ്റൊക്കെ ഉണ്ടായിരുന്നു മെക്സിക്കോക്കാരൻ്റെ, അതിന് ഇതേക്കാളും ആളുണ്ട്. ആകെ നാണക്കേടായി മൊത്തത്തിൽ.